ഹായ്, ആർജിനിനെ കുറിച്ചാണ് പറയുന്നത്. യൂഷ്വലി 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആർജിൻ വരാറ്. 3 ഹെഡിങ്സിന്റെ താഴെയാണ് ആർജിനിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. 1 ഫീച്ചേഴ്സ്, 2 ഇമ്പോർട്ടൻസ്, 3 കാറ്റബോളിസം ഓഫ് ആർജിനിൻ. ആദ്യം ആർജിനിന്റെ ഫീച്ചേഴ്സ് നോക്കാം. മെയിൻലി 4 ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ്, ഇറ്റ് ഈസ് എ സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്. രണ്ടാമത്തെ, ഹൈലി ബേസിക് ആണ്. പിന്നെ അതിൽ ഗ്വാനിഡിനിയം ഗ്രൂപ്പ് പ്രസന്റ് ആണ്. ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ് ആണ്. 4 ഫീച്ചേഴ്സ്: സെമി എസെൻഷ്യൽ, ഹൈലി ബേസിക്, പ്രസൻസ് ഓഫ് ഗ്വാനിഡിനിയം ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് എ ഗ്ലൂക്കോജനിക് അമിനോ ആസിഡ്. ആർജിനിലെ ജി ഉണ്ട്, അത് വെച്ച് നമുക്ക് ഗ്വാനിഡിനിയം ഗ്രൂപ്പ് ഗ്ലൂക്കോജനിക് കണക്ട് ചെയ്യാം. പിന്നെ സെമി എസെൻഷ്യൽ, ഹൈലി ബേസിക് ഓർത്ത് വയ്ക്കാം. പിന്നെ നമുക്കറിയാം ആർജിനിന്റെ 3 ലെറ്റർ കോഡ് ARG, 1 ലെറ്റർ കോഡ് R. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ആർജിനിൻ. ഫോർ ഫോർമേഷൻ ഓഫ് യൂറിയ, ഓർണിത്തീൻ, ക്രിയാറ്റിൻ, നൈട്രിക് ഓക്സൈഡ്. ഇവരുടെയൊക്കെ ഫോർമേഷനിൽ ആർജിനിന് റോൾ ഉണ്ട്. അപ്പോൾ ഫോർമേഷൻ ഓഫ് യൂറിയ, ഓർണിത്തീൻ, ക്രിയാറ്റിൻ, നൈട്രിക് ഓക്സൈഡ്. അടുത്തതാണ് കാറ്റബോളിസം ഓഫ് ആർജിനിൻ. അപ്പോൾ ഫോർമേഷൻ ഓഫ് യൂറിയ, ഓർണിത്തീൻ, ക്രിയാറ്റിൻ, നൈട്രിക് ഓക്സൈഡ്, ഇതിനൊക്കെ ആർജിനിൻ വേണം. ആർജിനിനെ കാറ്റബോളൈസ് ചെയ്തിട്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ യൂറിയ സൈക്കിൾ ഒന്ന് നോക്കാം. യൂറിയ സൈക്കിളിലെ സ്റ്റെപ്പ് 5 കണ്ടോ? അവിടെ ആർജിനിൻ കാറ്റബോളൈസ് ചെയ്ത് യൂറിയയും ഓർണിത്തൈനുമായിട്ട് മാറുന്നുണ്ട്. എൻസൈമാണ് ആർജിനേസ്. ഇപ്പൊ യൂറിയ സൈക്കിളിന്റെ സ്റ്റെപ്പ് 5 ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ആർജിനേസ്, arginine is catabolized to urea and ornithine. അപ്പോൾ ആർജിനേസ് എൻസൈമിന്റെ ആക്ഷൻ വഴി യൂറിയയും ഓർണിത്തീനും ഉണ്ടായി. ഈ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യും, യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. ഓർണിത്തീൻ എന്ത് സംഭവിക്കും? ഓർണിത്തീനിൽ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് ഓർണിത്തീൻ ഡെൽറ്റ അമിനോ ട്രാൻസ്ഫറേസ്. എന്നിട്ട് ഓർണിത്തീൻ ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓർണിത്തൈൻ എന്തായി മാറും? ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ഓർണിത്തീൻ ഡെൽറ്റ അമിനോ ട്രാൻസ്ഫറേസ്. ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡ് എന്തായി മാറും? ഗ്ലൂട്ടാമിക് ആസിഡ് ആയി മാറും. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് ഡീഹൈഡ്രോജിനേസ്. അപ്പൊ ഓർണിത്തീൻ ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡ് ആവും. എൻസൈം ഓർണിത്തീൻ ഡെൽറ്റ അമിനോ ട്രാൻസ്ഫറേസ്. ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആയി മാറും ബൈ ദ എൻസൈം ഡീഹൈഡ്രോജിനേസ്. ഇനി ഈ ഓർണിത്തീൻ ഡെൽറ്റ അമിനോ ട്രാൻസ്ഫറേസ് എൻസൈം ഡെഫിഷ്യന്റ് ആയാൽ, കൺജനിറ്റൽ ഡെഫിഷ്യൻസി ഓഫ് ഓർണിത്തീൻ ഡെൽറ്റ അമിനോ ട്രാൻസ്ഫറേസ് ലീഡ്സ് ടു ഇലവേറ്റഡ് പ്ലാസ്മ ആൻഡ് യൂറിനറി ഓർണിത്തീൻ. ഓർണിത്തീൻ പ്ലാസ്മയിലും യൂറിനിലും അക്യുമുലേറ്റ് ചെയ്യും. ദാറ്റ് ലീഡ്സ് ടു അട്രോഫി ഓഫ് റെറ്റിന. കാറ്റബോളിസം ഓഫ് ആർജിനിനിലെ വേറൊരു റിയാക്ഷൻ ആണ്. ആർജിനിൻ എന്തായി മാറുന്നുണ്ട്? നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. നൈട്രിക് ഓക്സൈഡ് ഒരു ഇമ്പോർട്ടന്റ് സിഗ്നൽ മോളിക്യൂൾ ആണ്. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് NOS, നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നു, എൻസൈം നൈട്രിക് ഓക്സൈഡ് സിന്തേസ്. അപ്പൊ കാറ്റബോളിസം ഓഫ് ആർജിനിൻ പെട്ടെന്ന് നോക്കാം. ആർജിനിൻ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എൻസൈം ആക്ട് ചെയ്യുന്നു, നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നു. നൈട്രിക് ഓക്സൈഡ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സിഗ്നൽ മോളിക്യൂൾ. പിന്നെ ആർജിനിനില് യൂറിയ സൈക്കിളിൽ ആർജിനേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് യൂറിയയും ഓർണിത്തീനും ഉണ്ടാവുന്നു. യൂറിയ യൂറിനിൽ എക്സ്ക്രീറ്റ് ആവുന്നു. ഓർണിത്തീൻ, അതിൽ ഓർണിത്തീൻ ഡെൽറ്റ അമിനോ ട്രാൻസ്ഫറേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡ് ഉണ്ടാവുന്നു. ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡില് ഡീഹൈഡ്രോജിനേസ് എൻസൈം ആക്ട് ചെയ്തിട്ട് ഗ്ലൂട്ടാമേറ്റും ഉണ്ടാവുന്നു. ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡിൽ നിന്ന് പ്രൊലൈനും ഉണ്ടാവുന്നുണ്ട്. ഓർണിത്തീന് ഡീകാർബോക്സിലേഷൻ സംഭവിച്ചിട്ട് നമുക്ക് പോളി അമീൻസ് ഉണ്ടാവുന്നുണ്ട്. പോളി അമീൻസ് 4 എണ്ണാണ് നമ്മൾ പഠിച്ചത്: കഡാവറിൻ, പ്യൂട്രസീൻ, സ്പെർമിഡിൻ, സ്പെർമിൻ. അതില് 3 പോളി അമീൻസ് പ്യൂട്രസീനും സ്പെർമിനും സ്പെർമിഡിനുമാണ് ഓർണിത്തീനിൽ നിന്ന് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആർജിനിനിൽ നിന്ന് ഉണ്ടാവുന്നത്. കഡാവറിൻ ഉണ്ടാവുന്നത് ലൈസിന്റെ ഡീകാർബോക്സിലേഷൻ വഴിയാണ്. അത് വേറെ ക്വസ്റ്റ്യൻ ആണ്. പോളി അമീൻസ് എന്ന ക്വസ്റ്റ്യന്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത്.
അപ്പൊ കാറ്റബോളിസം ഓഫ് ആർജിനിൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആർജിനിനിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് സിന്തേസിന്റെ പ്രസൻസിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നു. പിന്നെ ആർജിനിനിൽ നിന്ന് ആർജിനേസ് എൻസൈം വഴി ഓർണിത്തൈൻ, യൂറിയ, ഓർണിത്തീനിൽ നിന്ന് പോളിയമീൻസ് ഉണ്ടാവുന്നു. ഗ്ലൂട്ടാമിക് സെമി ആൽഡിഹൈഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, പ്രോലീൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നേരത്തെ ഇപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ആർജിനിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർമേഷൻ ഓഫ് യൂറിയ, ഓർണിത്തീൻ, ക്രിയാറ്റിൻ, നൈട്രിക് ഓക്സൈഡ് എന്നൊക്കെ. അപ്പൊ യൂറിയ, ഓർണിത്തീൻ, നൈട്രിക് ഓക്സൈഡ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായി. ഇനി ഒരാളെ പറയാനുള്ളത് ക്രിയാറ്റിൻ. ക്രിയാറ്റിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആർജിനിൻ റിയാക്ട് വിത്ത് ഗ്ലൈസീൻ ടു ഫോം ഗ്വാനിഡോ അസറ്റിക് ആസിഡ് വിച്ച് ഈസ് മെഥിലേറ്റഡ് ടു ക്രിയാറ്റിൻ. എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പില് ആർജിനിനും ഗ്ലൈസിനും കൂടി ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ഗ്ലൈസിൻ ആർജിനിൻ അമിഡോ ട്രാൻസ്ഫറേസ് ഓർണിത്തീനും ഗ്വാനിഡോ അസറ്റിക് ആസിഡും ഉണ്ടാവുന്നു. ഇവിടെ ആർജിനിനിൽ നിന്ന് ഒരു അമിഡിനോ ഗ്രൂപ്പ് ഗ്ലൈസിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അമിഡിനോ ഗ്രൂപ്പ് ഗ്ലൈസിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗ്ലൈസിൻ ഗ്വാനിഡോ അസറ്റിക് ആസിഡായി മാറുന്നു. ആർജിനിൻ എന്തായി മാറുന്നു? ഓർണിത്തീനായി മാറുന്നു. എൻസൈം ഗ്ലൈസിൻ ആർജിനിൻ അമിഡോ ട്രാൻസ്ഫറേസ്. ഇനി ഈ ഗ്വാനിഡോ അസറ്റിക് ആസിഡിന് മെഥിലേഷൻ സംഭവിക്കുകയാണ്. എൻസൈമാണ് ഗ്വാനിഡോ അസറ്റേറ്റ് മീഥൈൽ ട്രാൻസ്ഫറേസ്. ഈ മീഥൈൽ ഗ്രൂപ്പ് കിട്ടുന്നത് എസ് അഡിനോസിൽ മെഥിയോണൈൻ, SAM, അതിൽ നിന്നാണ് ഒരു മീഥൈൽ ഗ്രൂപ്പ് കിട്ടുന്നത്. അപ്പോൾ എസ് അഡിനോസിൽ മെഥിയോണൈനിന്ന് ഒരു മീഥൈൽ ഗ്രൂപ്പ് പോകുമ്പോൾ എസ് അഡിനോസിൽ മെഥിയോണൈൻ എന്തായി മാറുന്നു? എസ് അഡിനോസിൽ ഹോമോസിസ്റ്റീനായി മാറുന്നു. ഈ മീഥൈൽ ഗ്രൂപ്പ് ഗ്വാനിഡോ അസറ്റിക് ആസിഡിലേക്ക് പോയിട്ട് ഗ്വാനിഡോ അസറ്റിക് ആസിഡ് ക്രിയാറ്റിനായി മാറുന്നു. എൻസൈം ഗ്വാനിഡോ അസറ്റേറ്റ് മീഥൈൽ ട്രാൻസ്ഫറേസ്. അടുത്ത സ്റ്റെപ്പില് ക്രിയാറ്റിൻ എന്തായി മാറുന്നു? ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആവുന്നു. അവിടെ ഒരു ATP ആവശ്യമുണ്ട്. ATP ADP ആവുന്നുണ്ട്. അവിടുത്തെ എൻസൈമാണ് ക്രിയാറ്റിൻ കൈനേസ്. അടുത്ത സ്റ്റെപ്പിലെ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് നോൺ എൻസൈമാറ്റിക്കലി ക്രിയാറ്റിനായി മാറുന്നു സ്പോണ്ടേനിയസ് ആയിട്ട്. ആ സ്റ്റെപ്പ് ഇവിടെ ആവശ്യമില്ല, നമുക്ക് ക്രിയാറ്റിൻ ഉണ്ടാവണ വരെ മതി. അപ്പൊ ജസ്റ്റ് എല്ലാം ഒന്നുകൂടി പറയാം. ആർജിനിനും ഗ്ലൈസിനും ചേർന്ന് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ഗ്ലൈസിൻ ആർജിനിൻ അമിഡോ ട്രാൻസ്ഫറേസ് ആർജിനിനിലെ അമിഡിനോ ഗ്രൂപ്പ് ഗ്ലൈസീനിലേക്ക് പോയിട്ട് ഗ്ലൈസിൻ ഗ്വാനിഡോ അസറ്റിക് ആസിഡായി മാറുന്നു. ആർജിനിൻ ഓർണിത്തീനായി മാറുന്നു. ഇത് നടക്കുന്നത് കിഡ്നിയിലാണ്. കിഡ്നി. അടുത്ത സ്റ്റെപ്പ് നടക്കുന്നത് ലിവറിലാണ്. ലിവറിലാണ് അടുത്ത സ്റ്റെപ്പ് നടക്കുന്നത്. ഗ്വാനിഡോ അസറ്റിക് ആസിഡ് ക്രിയാറ്റിൻ ആവുന്നു. മെഥിലേഷൻ നടന്നിട്ട് മീഥൈൽ ഗ്രൂപ്പ് കൊടുക്കുന്നത് എസ് അഡിനോസിൽ മെഥിയോണൈൻ. എസ് അഡിനോസിൽ മെഥിയോണൈൻ SAH, എസ് അഡിനോസിൽ ഹോമോസിസ്റ്റീൻ ആവുന്നു. അവിടുത്തെ എൻസൈം ഗ്വാനിഡോ അസറ്റേറ്റ് മീഥൈൽ ട്രാൻസ്ഫറേസ്. അടുത്ത സ്റ്റെപ്പിൽ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആവുന്നു. എൻസൈം ക്രിയാറ്റിൻ കൈനേസ്. അവിടെ ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് നോൺ എൻസൈമാറ്റിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയാറ്റിനിൻ ആവുന്നു. ക്രിയാറ്റിനിൻ അത് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ഇതിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആവുന്ന സ്റ്റെപ്പ് നടക്കുന്നത് മസിലിലാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്നത് കിഡ്നി, രണ്ടാമത്തെ ലിവറിൽ, മൂന്നാമത്തെ മസിലില്. അപ്പോൾ ആർജിനിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു, കാറ്റബോളിസം പറഞ്ഞു. ഇത്രയാണ് ആർജിനിൻ. താങ്ക് യു.